ഷ്യാമിലേക്ക് 3 ആളുകളെ വേണം. അവിടുത്തെ മതനേതൃത്വത്തിന് വേണ്ടി അവർ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 5 പേരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. 5 പേരെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, അബൂദ്ദർദാ, ഉബാദത്ത് ബിൻ സ്വാമിത്, മുആദ് ബിൻ ജബൽ, അബൂ അയ്യൂബ് അൽ അൻസാരി, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. നിങ്ങളിൽ നിന്ന് 3 പേർ ഷ്യാമിലേക്ക് ലീഡേഴ്സായിട്ട് പോകണം. ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തീരുമാനിക്കുന്നില്ല എങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. നിങ്ങൾ തീരുമാനിക്കണം. അവർ കൂടിയാലോചിച്ചു. അവർ തന്നെ പറയുന്നു, അബൂ അയ്യൂബ് പ്രായം ചെന്ന ആളാണ്, അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കേണ്ടതില്ല. ഉബയ്യ് ബിൻ കഅബ് രോഗിയാണ്, എങ്കിൽ നമുക്ക് 3 പേർക്കും പോകാം എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു. ഭരണാധികാരം ഏൽപ്പിക്കാൻ വേണ്ടി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലിരിക്കെ ശത്രുവിൻ്റെ കുത്ത് അടിവയറ്റിന് കുത്തേറ്റ് കിടക്കുന്ന സമയത്ത്, ബോധക്ഷയം സംഭവിച്ചു കിടക്കുമ്പോൾ ബോധമുണർന്ന ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനം പറഞ്ഞു. അവിടെ 6 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ 6 പേരും കൂടെ കൂടിയിട്ട് അവരിൽ നിന്ന് ഒരാളെ ഖലീഫയായിട്ട് തീരുമാനിക്കണം. അത് അവർ തന്നെ തീരുമാനിക്കണം. വാതിലടച്ച് റൂമിനുള്ളിൽ അവർ അടച്ചിടുക. അവർ തീരുമാനിക്കട്ടെ. പുറത്തുള്ളവർ കാവൽ നിൽക്കുക. തീരുമാനമെടുത്ത് പുറത്തു വരുന്നില്ല, അവർ ഏകസ്വരത്തിലേക്ക് വരുന്നില്ല എങ്കിൽ പിന്നെ പുറത്ത് കാത്തു നിൽക്കുന്നവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നും ഏൽപ്പിച്ചു. 6 പേരും തന്നെ കൂടി ചേർന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അതാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കൂടിയാലോചനയിലൂടെ ഏത് വിഷയവും വളരെ രമ്യമായും സൗഹാർദ്ദമായും പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളും മുതിർന്ന നേതൃത്വവും എന്താണോ പറയുന്നത് അങ്ങനെയുള്ളത് അനുസരിക്കുകയും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതും ആണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്ത് ഏൽപ്പിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞത്, എന്നെ വല്ലാതെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് വല്ലാത്ത പീഡനമാണ് നൽകിയിരിക്കുന്നത്, എൻ്റെ ഈ ദൗത്യം ആരെങ്കിലും ഏറ്റെടുക്കുക, എനിക്ക് ഈ ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. അത് വലിയ ഉത്തരവാദിത്വമാണ് എന്ന ബോധം ഉള്ളതുകൊണ്ടാണ് നമുക്കെല്ലാം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നന്മയിലൂടെ മുന്നോട്ട് നീങ്ങാനും അവസരമുണ്ടാകട്ടെ.